നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എങ്ങനെയാ, സെറ്റ് അല്ലേ? ഹലോ ഗേയ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തപ്പൻ അമ്പലത്തിലാണ്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരാളെ കാണാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. ആഹാ, ഇവൾ അമ്പലത്തിൽ പോകുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ കൂടിയിട്ടാണ്. അപ്പോൾ അമ്പലം എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ മനസ്സിനെ കാമാക്കി വെക്കുന്ന, അതുപോലെ തന്നെ സന്തോഷം തരുന്ന ഒരിടമാണ്. അപ്പം അതിനെല്ലാത്തിനും വേണ്ടിയാണ് നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അതുപോലെ ഒരു സെയിം കാര്യമാണ് എനിക്ക് ഒരു ഫ്രണ്ടിനെ കാണുക എന്നുള്ളതും നമുക്ക് ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. സോ ഇത് രണ്ടും സാധാരണ എല്ലാവരും കോഫി ഡേറ്റ് അതുപോലെ തന്നെ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് പിടിക്കാൻ, അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം നമുക്ക് ആ ഫ്രണ്ടിനെ കൂടെ കണ്ടാലോ? ഹായ്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഭയങ്കര ഒഫീഷ്യലൊക്കെ ആയിട്ട് പറയുന്നത്. അമ്പലം വേഷക്കില്ലേ? എങ്ങനെയുണ്ട് എൻ്റെ സാരി? എങ്ങനെയുണ്ട്? നൈസ്, അടിപൊളി. പുതിയതൊന്നുമല്ല, എന്നാലും അപ്പം എന്താണ്? അപ്പം ഒന്ന് എറണാകുളത്തപ്പനെ ഒന്ന് കാണണം. കുറെ കാലം എൻ്റെ ഒരു ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എറണാകുളത്ത് പോകണം, അതുപോലെ തന്നെ പൂർണ്ണത്രേശന്റെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതില് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു അമ്പലം ചൂസ് ചെയ്തത്. അപ്പം എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കാണുന്നതിന് പകരം കുറച്ചും കൂടെ പോസിറ്റീവ് വൈബ് ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ആൻഡ് അമ്പലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. സോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എത്രയോ പ്രാവശ്യം വന്നിട്ട് ഞാൻ എൻ്റെ ഇവിടെ അടുത്താണ് എൻ്റെ കോളേജായിരുന്നു. അപ്പം അങ്ങനെ രാവിലെ വരുന്ന സമയത്ത് അങ്ങനെ കോളേജിന് മുന്നേ ഇവിടെ കയറി തൊഴുതിട്ടൊക്കെ പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തൊഴാം. നമുക്ക് നിവേദ്യമായിട്ട് ഉണ്ണിയപ്പമൊക്കെ കിട്ടിയിരുന്നു. നല്ല ചൂട് ഉണ്ണിയപ്പം, നെയ്യിലുള്ളത്. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു വൈബല്ലേ, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി, ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലം. എന്താ പറയാ, അധികം ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം. എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് അമ്പലങ്ങളാണ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എപ്പോഴും പോകുന്നതും കാണാം. ഞങ്ങൾക്ക് പിന്നെ എറണാകുളത്തപ്പൻ, കാരണം അവിടെയൊക്കെ മുത്തപ്പൻ പറയും. അത് ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യാം. എറണാകുളത്തപ്പൻ കുറെ കാലം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, എറണാകുളത്തപ്പനെ കാണണം. ഞാൻ ഇത് വന്ന് കണ്ടിട്ടില്ലെങ്കിൽ കൂടെ ഞാനിങ്ങനെ എറണാകുളത്തപ്പ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കാറുണ്ട്, എറണാകുളത്തപ്പ അനുഗ്രഹിക്കണമേ, അങ്ങനെ സംഭവം ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ എല്ലാം ഇന്നാണ് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇവിടേക്ക് തന്നെ എന്താ പറയാ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്താണ്, പിന്നെന്തൊക്കെ വേറെ വിശേഷം? തന്റെ വിശേഷങ്ങൾ പറഞ്ഞ. താൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാണെങ്കിലും ഞാൻ തന്നെ ഇന്റർവ്യൂ അല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു ടൈം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം. ആൻഡ് ഇത് കണ്ടിട്ട് അമ്പലം പോവാൻ ഇൻസ്പയർഡ് ആയിട്ട് പോസിറ്റീവ് ആവാൻ ആഗ്രഹമുള്ളവർക്ക് വരാം. ലൈക്ക് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വരാത്ത ആളാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ടാവാം, ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവാം. അപ്പം അവർക്കും ഒരു പോസിറ്റീവ് സ്ഥലമാണ്. നമ്മൾ എന്താ പറയുക, ഇപ്പം എന്താ പറയുക, എനിക്ക് കൂടുതലായിട്ട് നമുക്ക് മനുഷ്യന്മാർ കുറച്ച് കള്ളത്തരവും കാപട്യൊന്നും ഇല്ലാതെ ഒരു 10-15 മിനിറ്റ് ചെലവഴിക്കുന്ന ഏക ഒരു സ്ഥലമാണ് അമ്പലം, അല്ലേ? എന്നാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ്, കാരണം ഇതിന്ന് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവനായിരിക്കും ഭൂലോക ഫ്രോഡ്. പക്ഷേ ഇവിടെ എല്ലാവരും കാമായി, എന്താ പറയാ, ഒരുപോലെ നിൽക്കുന്ന ഒരു സ്ഥലം പോലെ എനിക്ക് ഈ അമ്പലങ്ങൾ, അത് അമ്പലം മാത്രമല്ല കേട്ടോ, പള്ളികളായാലും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന അമ്പലങ്ങളിലൊക്കെ എസ്പെഷ്യലി എറണാകുളം അമ്പലം ഭയങ്കര പഴക്കം ചെന്നൊരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ പഴമയുടെ ഒരു സുഖവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ അത് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് വെക്കുന്നുണ്ട്. കാരണം ആ ഒരു പഴയ, നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഐതിഹ്യമൊക്കെ നോക്കിയാൽ അറിയാം. ഞാൻ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മുനി ഇതുപോലെ കാട്ടിൽ വിറകൊക്കെ ശേഖരിക്കാൻ വേണ്ടി, യാഗത്തിന് വേണ്ടിയിട്ട് ശേഖരിക്കാൻ പോയി തിരിച്ചു വന്ന സമയത്ത് നമുക്ക് വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലോ, ആ സമയത്ത് ശിവലിംഗം ഇവിടെ വെച്ചിട്ട് അവർ തിരിച്ചെടുക്കാൻ പോയപ്പോൾ മറന്നുപോയി. അപ്പം അങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്ത മീൻസ് വെച്ച ഇതാണ്. പിന്നീട് നാട്ടുകാരാണ് കുറച്ച് ഒതുക്കിയത്. പിന്നീട്
നാട്ടുകാർ അത് കണ്ടെത്തി, എന്തൊക്കെ ചെയ്തപ്പോഴത്തേക്കും കണ്ടെത്തി. അങ്ങനെയാണ് ഇവിടെ അമ്പലം പണിതേന്നാണ് അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എനിക്ക് കറക്റ്റാണോ എന്തോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതാണ് എനിക്ക് കൂടുതലായിട്ട് ഈ അമ്പലത്തിൽ വരുമ്പോൾ ഓർമ്മ വരുന്നത്. അമ്മ പറഞ്ഞ ആ വാക്കുകൾ, അത് ഞാൻ ചുമ്മാ ഷെയർ ചെയ്തതാണ്, ചേട്ടനെ അറിയാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. ഞങ്ങൾ അവിടെ ഉണ്ട് ഏകദേശം ഇതുപോലെ തന്നെ. അത്ര കുറേ അമ്പലങ്ങളൊന്നുമില്ല കോഴിക്കോട്, പക്ഷേ ഉള്ള അമ്പലങ്ങളൊക്കെ ഏകദേശം ഒരു 4-5 അമ്പലമൊക്കെ ഉണ്ട്. അത് ഏകദേശം ഇതേ സ്ട്രക്ചറിലും ഇതുപോലെ തന്നെയാണ്. അത് നമ്മുടെ പൂർണ്ണത്രേശ്വരി അമ്പലവും ഏകദേശം ഈ ഒരു സ്ട്രക്ചറൊക്കെ തന്നെയാണ്. ആൻഡ് ഇവിടെ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിനൊരു കുളിർമ, ഒരു പാലസ് ഒക്കെ കണ്ടൊരു ഫീലാണ് അല്ലേ? അതെ അതെ. ഇന്നാണെങ്കിൽ ക്ലൈമറ്റും ആണെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് ക്ലൈമറ്റ്, അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടാവേണ്ടതാണ്. മഴയൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് തൊഴാനും പറ്റിട്ടോ. അതായത് നമ്മൾ കയറുന്ന സമയത്ത് ഒരുപാട് തിരക്കൊന്നും ഇല്ലാണ്ട് വെയിറ്റ് ചെയ്യൊന്നും വരാണ്ട് കുറച്ചധികം നേരം തന്നെ നമുക്ക് അകത്ത് ശ്രീകോവിലിൽ നിന്നിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ വലിയ ഭാഗ്യമായിട്ട്, തൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഫസ്റ്റ് ടൈം വന്നിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, അകത്ത് തന്നെ നമുക്ക് കുറേ ടൈം നിൽക്കാൻ പറ്റി. ഞാൻ കുറച്ച് നേരം നമ്മൾ നിവേദ്യത്തിൻ്റെ സമയത്ത് പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷെ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ 3 പേരും ക്യാമറ ഒരാൾ കൂടി ഇടുമ്പോൾ 3 പേരും ഭയങ്കര കാമായിട്ട് അവരവരുടെ സെൽഫായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ടൊക്കെ വയ്ക്കുകയാണ്. എനിക്ക് തോന്നുന്നു അമ്പലങ്ങളിൽ വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മളിലേക്ക് തിരിച്ചു പോകുന്ന ഒരിടം. അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് വരുന്നത്. നമ്മൾ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. പക്ഷെ നമ്മൾക്ക് വേണ്ടിയ കാര്യങ്ങളാണ് നമ്മളപ്പോൾ ആലോചിക്കുന്നത്. നെഗറ്റിവിറ്റി ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സമയമാണ്. എനിക്ക് അങ്ങനെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉണ്ണിയപ്പത്തിനെ പറ്റി 2 വാക്ക് പറ. സത്യം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു നമുക്ക് ഇങ്ങനെ ഇതിന്റെ കൂടെ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിട്ട് ആൻഡ് നെയ്യിലൊക്കെ വറുത്തില്ല ഉണ്ണിയപ്പം, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഉണ്ണിയപ്പം. ഞാൻ നാവിൽ ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് മാറിയിട്ടില്ല. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അമ്പലത്തിൽ വരുമ്പോൾ കഴിക്കാറില്ലല്ലോ. അപ്പൊ അങ്ങനെ അതങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഒടുക്കത്തെ ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടി ചോദിച്ചു നോക്കാം, ചിലപ്പം കിട്ടുമായിരിക്കും. ചോദിച്ചു നോക്കും. കോഴിക്കോട് നിന്ന് വന്നാന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ, കിട്ടുമെന്ന് അറിയില്ല. ആ ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്. ചേട്ടനല്ല തിരുമേനി ചേട്ടനല്ല തിരുമേനി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നടന്ന് അമ്പലമൊക്കെ ഒന്ന് കാണാം. എനിക്ക് മൊത്തം ഒന്ന് കാണിച്ചോട്ടാ, എന്റെ നാടല്ലേ. പറിക്കരുത്. ചേട്ടൻ ഓണത്തിന്റെ സമയത്ത് എവിടെയായിരിക്കും? നാട്ടിലായിരിക്കും. ഓണത്തിന്റെ സമയം നമുക്കൊരു 3 ദിവസം ലീവ് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോകും അപ്പൊ, അല്ലെങ്കിൽ നല്ല രസമുണ്ടല്ലേ ഈ കൺസ്ട്രക്ഷൻ എല്ലാം. ഈ തമിഴ്നാട് ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ കുറെ അമ്പലങ്ങൾ കാണാം. എന്റെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ഈ സംഭവം, ഇതുപോലത്തെ അമ്പലങ്ങൾ. ആദ്യമായി ഞാൻ കാണുന്നത്. അപ്പൊ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അത് കഴിച്ചു നോക്കാം. ഓ, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രസാദം ഞാൻ കാണുന്നത്. ഹൃദയറിയല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വിശപ്പും ഉണ്ട്. അത് മാത്രമല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ഒരു ഇതും കൂടെ പ്രസാദമായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. നമ്മളെ പിന്നെ ദീപാവലിക്കൊക്കെ കിട്ടുന്ന അതുപോലെ നമ്മുടെ തിരുപ്പതിയിലെ ലഡുവിന് ഈ ഒരു ടേസ്റ്റ് അല്ലേ, അതിൻ്റെ ഒരു പൊടി പോലത്തെ ആ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ഡ്രൈ ആണ്, പക്ഷെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടത്. ഞാൻ തന്നെ തീർക്കും കഴിച്ചു. നല്ല നെയ്യിന്റെ ഒക്കെ നല്ല ടേസ്റ്റ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ അമ്പലമൊക്കെ? അമ്പലമൊക്കെ വളരെ നൈസാണ്. എനിക്കിങ്ങനെ പുതിയ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ഇങ്ങനെ മൊത്തം കോൺക്രീറ്റ് ചെയ്ത സംഭവങ്ങൾ എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്ക് സാധാരണ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ മണ്ണും അത് ശരിയാട്ടോ. അതും ഒരു കാലൊക്കെ മണ്ണിൽ തൊടുന്നത് ഇപ്പോഴാ തോന്നുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണം എന്നല്ലേ പറയാ. അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. നമ്മുടെ എനർജി ഇല്ലേ, നല്ല ഭൂമിയായിട്ട് എനർജി പാസ്സാവും. ഓക്കെ, ചെരുപ്പിടണോ? എല്ലാം മറന്നു പോയിട്ടോ, ചെരുപ്പിനെ കാലൊക്കെ മറന്ന്.
പോവാം. ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട്, രാവിലെ എണീറ്റത് കൊണ്ടും ഒന്നും കഴിക്കാത്തോണ്ട്. ഞാന് 5 മണി, 5 അല്ല 4:45 എണീറ്റു. ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് എണീറ്റ്. ഞാൻ എത്ര മണിക്ക് എണീറ്റ്? 6 മണിക്ക്. എനിക്ക് കുറച്ച് പണിയുണ്ടല്ലോ, കുറച്ച് സാരിയൊക്കെ കൊടുക്കണം, കുറച്ച് പണിയുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? ഓ പോവാലോ. നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അതല്ലേ അമ്പലം കഴിഞ്ഞിട്ട് വെജിറ്റേറിയൻ? അടിപൊളി. ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, അറിയും, ഊട്ടുപുര ഉണ്ട് ഇവിടെ. ഊട്ടുപുര ഉണ്ട്. അതല്ലാതെ ശരവണ ഭവൻ ഹൈക്കോർട്ടിന്റെ അടുത്താ. അപ്പൊ ഏത് പോണം? ഏതായാലും അടിപൊളി. നമുക്ക് നോക്കിയിട്ട് പോവാം. സർക്കസാ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ചേട്ടന് വെജിറ്റേറിയൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശരവണ ഭവനാണ് എത്തിയിട്ടുള്ളത്. ചേട്ടൻ ഇവിടുത്തെ ഫുഡും കൊച്ചിയിൽ വരുമ്പോഴൊക്കെ എപ്പോഴും കഴിക്കാറുണ്ട്, പക്ഷെ ഇഷ്ടമാണ്, എപ്പോഴും കഴിക്കാനും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ കഴിക്കാൻ ഓർഡർ ചെയ്യാം? ഞാൻ ഇന്നലെ കഴിച്ചത്. ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചി സ്ഥിരം ഇവിടെ തന്നെയാണ് കഴിക്കാറ്. ഇന്നലെ ഞാൻ ഇഡ്ഡലി കഴിച്ചു, പൂരി കഴിച്ചു. ഇന്ന് എനിക്ക് പുട്ടായിക്കോട്ടെ. പുട്ട് അടിപൊളി പുട്ടും നല്ല കടലക്കറി കിട്ടുമല്ലേ? എനിക്ക് ഇവിടുത്തെ ഏതാ ഇഷ്ടം എന്ന് പറയാം. എനിക്ക് പൊങ്കൽ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഭയങ്കര ഒരു രസമുള്ള പൊങ്കലാണ്. എനിക്ക് മോസ്റ്റ്ലി ഞാൻ ശരവണ ഭവനിൽ നിന്നാണ് പൊങ്കൽ അങ്ങനെ ചൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ഇവിടുത്തെ പൊങ്കൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഓർഡർ ചെയ്യാം. നിനക്ക് എന്താ വേണ്ടേ? ഹലോ ഗൈസ്, അങ്ങനെ പുട്ട് വന്നിരിക്കുകയാണ്. നൈസാ, ഞാൻ കഴിക്കട്ടെ. അത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല ചൂടുമാണ്. ഇപ്പൊ പൊങ്കൽ വേണ്ടെന്ന് പറയും, നീ പുട്ട് മതി പറയും. കോഴിക്കോടൊക്കെ ചെറിയ പപ്പടാണ്. നല്ല സൗണ്ടല്ലോ ഗൈസ്. കടലക്കറി. എൻ്റെ പൊങ്കൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യൊക്കെ ഉള്ള നൈസ് സാധനമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. കഴിച്ചോക്കാം. കഴിച്ചോക്കാം. പൊങ്കൽ കഴിക്കാറില്ല ഇവിടുന്ന്? ഞാൻ പൊങ്കൽ കഴിച്ചിട്ടില്ല. നൈസല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ക്യാമറമാൻ കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കഴിച്ചിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ.